ഹലോ. അപ്പൊ നമ്മുടെ അമ്മയും മക്കളും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്താ ഞാൻ പറയാൻ വന്നറിയോ, ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിയൊക്കെ ആയി, ആ വീഡിയോ ഇടാൻ കുറച്ച് സമയം വൈകി. അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അല്ലെ മ്യൂസിക് എന്തോ പ്രശ്നം വന്നു എന്ന് പറഞ്ഞിട്ട് അത് ചെറിയൊരു പ്രശ്നം ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഡിലീറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും 1 മണിക്കൂർ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ നാളെ എന്തായാലും ആ 12:30 ആ വീഡിയോ വരും കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ട പ്രേക്ഷകർ തന്നെ വീണ്ടും ഒന്നും കൂടെ കാണണം കേട്ടോ. കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആ വീഡിയോ വരുന്നത്. പിന്നെ എന്താ പറയാ ആ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ അത് കഥയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കാണാത്തവരോട് ഞാൻ പറയുകയാണെ, അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കഥയാണ് കേട്ടോ. അത് അതാണ് നമ്മൾ എല്ലാവരും, എല്ലാ കുടുംബക്കാരും, എല്ലാ അച്ഛനമ്മമാരും കാണേണ്ട ഒരു വീഡിയോ ആണത്. കാരണം എന്താ പറയാ, അങ്ങനെ ആർക്കും ഈ വനജമ്മ ആ വീഡിയോയിൽ അഭിനയിച്ചൊരവസ്ഥ ഒരു പാരൻസിനും വരാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു മക്കളും ഇങ്ങനെ ആവാതിരിക്കട്ടെ. അതിനു വേണ്ടി നമ്മൾ ഓരോ കുടുംബക്കാരും പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ മക്കളൊക്കെ പുറത്തു പോയിട്ടും അതൊക്കെ നമുക്ക് പേടിയാ. പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല പാരൻസിനും പേടിയുണ്ടാവും. എൻ്റെ കുട്ടികൾ, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ പറയാ, നമ്മുടെ മക്കൾ നല്ല രീതിക്ക് വളരണം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു തെറ്റും അവർക്ക് പറ്റരുതേ പറഞ്ഞിട്ടൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക പാരൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്തറിയോ, അങ്ങനെയുള്ളൊരു കണ്ടന്റ് ആണ് എടുത്തിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കുറെ റിസ്ക് എടുത്തു കേട്ടോ ആ വീഡിയോ അഭിനയിക്കും. കാരണം ആ ക്യാരക്ടർ വരണ്ടേ. അങ്ങനെ നമ്മുടെ കൂടെ അഭിനയിച്ച ആൺകുട്ടിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അവന്റെ പേര് ഷാജകനാണ് കേട്ടോ. അവൻ മലപ്പുറത്തെയാണ്. അവൻ പിന്നെ എന്താ പറയാ, സീരിയലിലും പിന്നെ മഴവിൽ മനോരമയിലും അങ്ങനെ കോമഡി ഷോയിലൊക്കെ ഉണ്ട്. അത് കാരണം അവൻ നല്ല മ്യൂസിയൊക്കെ നല്ല പോലെ വളർത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ആദ്യം വരവന് മ്യൂസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുതിയൊരാളായിട്ട് വന്നു. അപ്പൊ ചോദിച്ചപ്പോഴേ പറഞ്ഞത് മനോരമയിൽ ഇതിന് കോമഡിയിൽ എന്തൊക്കെയുണ്ട്, അപ്പൊ അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ വളർത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ വരുന്നത്, അവൻ അതിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ ഒപ്പം തന്നെ ഞാനും അഭിനയിച്ചു. അതേപോലെ തന്നെ ഒരു പൊടി പോലും വിട്ടുകൊടുക്കാണ്ട് ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു സീന് കാണാം, ആ മുറ്റത്ത് വെച്ചിട്ടുള്ളത് കേട്ടാ. അതൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത സീനായിരുന്നു അവൻ ചെയ്തത്. അപ്പൊ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഓക്കെ എന്ന് പറഞ്ഞു. വേറൊന്നും ഞാൻ ഞാൻ അറിയില്ല, പെട്ടെന്ന് വന്നിട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, ഇവൻ പറയാണ്ട് ഇത് അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അതിനനുസരിച്ച് തന്നെ, അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടല്ലോ, അതേ മുൻപിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഞാനും അവനും ആ വീഡിയോ ആ ഒരു കട്ടയ്ക്ക് കെട്ടെന്ന് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പെൺകുട്ടി തടിച്ചത് വരുന്നത് അവളുടെ പേരെന്താണെന്ന് പേര് പറഞ്ഞിട്ടില്ല എന്ന് ഇന്നലത്തെ ഇതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അവളുടെ പേര് കൃഷ്ണയാണ് കേട്ടോ. അവൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്. നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഒരു 10-18 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം യാത്ര ചെയ്ത് അവൾ വണ്ടിയും കൊണ്ടാണ് വരുന്നത്. ജൂബിക്കുട്ടിയോടെ കളിച്ചിട്ട് ഓരോന്ന് എറിയുന്നുണ്ട് കേട്ടോ. അതാണ് ശബ്ദം വരുന്നത്. പിന്നെന്താ പറഞ്ഞത്, ഈ കോപ്പി റൈറ്റ് വരുന്നത് ഞാൻ മോളെടുത്താണ് കേട്ടോ. വീഡിയോ ഇടുമ്പോൾ അധികം ഞാൻ എത്തുന്ന മോളെടുത്താണ്. കാരണം അവൾക്കാണെങ്കിൽ അത് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അവളാ പറഞ്ഞത് 1 മണിക്കൂർ അമ്മയിൽ ചെറിയൊരു കോപ്പി റൈറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് അത് ഡിലീറ്റ് ചെയ്തിട്ട് നാളെ ഇടാന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ വീഡിയോ ഞങ്ങളുടെ മുൻപിലേക്ക് എത്താതിരുന്നത്. അപ്പൊ നമ്മുടെ അഭിനയിച്ച കുട്ടികളൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താ അമ്മ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വന്നു എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ കാണുന്നില്ല എന്ന്. അപ്പൊ ഇങ്ങനൊരു പ്രോബ്ലം വന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയാ, ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നാളെ 12:30 വീഡിയോ വരും. നിങ്ങളെല്ലാവരും കാണണം. എല്ലാവരും കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ എഴുതി അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാ മെസ്സേജും വീഡിയോ വന്നതും തന്നെ കുറച്ച് സമയം ഞാൻ മെസ്സേജ് ഒന്നും നോക്കില്ല കേട്ടോ. എന്തായിരിക്കും അതിപ്പോൾ ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ മെസ്സേജ് നോക്കണ ഒരു ചെറിയൊരു പേടിയാണ് കേട്ടോ എനിക്ക്. എന്തായിരിക്കും ഒരു മെസ്സേജ് അയച്ചിരുന്നത്. പിന്നെ കുറേ സമയം കഴിഞ്ഞാൽ തന്നെ എന്തായാലും മെസ്സേജ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മെസ്സേജ് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും എനിക്ക് അടുത്ത വീട്ടിൽ തിരുത്താനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് നോക്കുക തന്നെ വേണം. എന്തായാലും ഞാൻ മെസ്സേജ് മുഴുവനും വായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെസ്സേജൊക്കെ വായിച്ച് നിങ്ങൾ നല്ല നല്ല മെസ്സേജ് എനിക്ക് അയക്കണം. അപ്പോൾ പുതിയ ഇനി ഇതിനെയും വെച്ച് വെറൈറ്റി കണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ പഴയ വീഡിയോ പഴയ ലെവലിലേക്ക് ഒന്നും അല്ലാണ്ട് വെറൈറ്റി വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1-2 ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നോട് അഭിനയിക്കുന്ന കുട്ടികൾക്ക് ലീവ് ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഷാജകൻ തന്നെ ഇപ്പോൾ പോയി. അവനോട് ചോദിച്ചപ്പോൾ അടുത്ത ലീവിന് എപ്പോഴാണ് ചോദിച്ചത്, ഞാൻ 25-ന് എനിക്ക് 24-25 നോക്കാം അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കിട്ടുമ്പോഴാണ് ഈ നല്ല കണ്ടന്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടു. ഞാൻ ഇന്ന് രാവിലെ മോളെടുത്ത് വന്ന് ഇന്ന് വീഡിയോ ഇട്ടു. വീഡിയോയിൽ ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കിന്റെ പ്രോബ്ലമാണ്, വേറൊന്നുമല്ല. അപ്പോൾ അത് മുഴുവൻ തിരുത്തി തന്നിട്ട് നാളെ 12:30 എന്തായാലും വീഡിയോ വരും.
അപ്പം നിങ്ങൾ എല്ലാവരും കാണുക, എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും എനിക്ക് ഉണ്ടാവണം കേട്ടോ. എല്ലാ അച്ഛനമ്മമാരും കണ്ടിട്ട് എൻ്റെ അടുത്ത് നല്ല അഭിപ്രായം, എന്താണ് നല്ലതെന്ന് പറയല, എന്താണ് അതിലെ അഭിപ്രായം, പിന്നെ ഞങ്ങൾ ചെയ്ത വീട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞ് അറിയിക്കണേ, എഴുതി അറിയിക്കണേ. അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.